വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ബേക്ക് ചെയ്യാനുള്ള പാത്രം പ്രീ ഹീറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു ചെറിയ തട്ട് വെച്ച് കൊടുക്കാം. ഇനി കേക്ക് മോൾഡ് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടർ പുരട്ടി റെഡിയാക്കി വയ്ക്കാം. സൈഡിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കേക്ക് നന്നായി പൊന്തി വരാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് ഫ്ലോർ തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദയ്ക്ക് 2 ടേബിൾ സ്പൂൺ കുറവിലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും ചേർത്ത് 3 പ്രാവശ്യം അരിച്ചെടുക്കാം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ളയും മഞ്ഞക്കരുവും വേർതിരിച്ചെടുക്കണം. മുട്ടയുടെ മഞ്ഞയിലേക്ക് 50 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മുട്ടയുടെ വെള്ളയിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മണം മാറിക്കിട്ടാൻ 1 ടീസ്പൂൺ വിനാഗിരിയും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് നല്ല വൈറ്റ് കളറാവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരുവും ബട്ടറും മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് കേക്ക് ഫ്ലോർ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ ഇനി കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പോകാൻ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 10 പ്രാവശ്യമെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് വെച്ച് കൊടുത്ത് ഒരു 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ മൂടി നല്ല ടൈറ്റ് ആയിരിക്കണം. ഇടയിലൊന്നും തുറന്ന് നോക്കരുത്. ദാ കേക്ക് റെഡി ആയിട്ടുണ്ട്. ദാ കേക്കൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നന്നായി വെന്തിട്ടുമുണ്ട്. അതിൻ്റെ മേലെ ഭാഗം കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായി വെന്തിട്ടുണ്ടെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കാണ്. ഇനി ഇത് നമുക്കൊന്ന് 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. ഇനി നട്ട്സ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ അണ്ടിപ്പരിപ്പും നിലക്കടലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മെൽട്ടായി വരട്ടെ. അതുവരേക്കും നന്നായി ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. പഞ്ചസാര നന്നായി മെൽട്ടായതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നട്ട്സും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഒന്ന് പരത്തി എടുക്കണം. ഇതിൻ്റെ ചൂടാറിയ ശേഷം ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതിൽ വെള്ളമൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് മെൽട്ടാക്കി എടുത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇത് ഡാർക്ക് ബ്രൗൺ കളറായാൽ കയ്പ്പ് രസം വരാൻ ചാൻസ് ഉണ്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ചേർത്ത്
നന്നായി മിക്സ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്ത ഉടനെ പഞ്ചസാര കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. ഇത് ചൂടിൽ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിക്കൊള്ളും. പഞ്ചസാരയൊക്കെ നന്നായി അലിഞ്ഞ് നല്ല ഒരു സോസായി കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ വിപ്പിംഗ് ക്രീമിന് വാനിലയുടെ ഫ്ലേവറാണ്. അതുപോലെ തന്നെ അത്യാവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് അഡീഷണലായിട്ട് വാനില എസൻസോ പഞ്ചസാരയോ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ക്രീം നല്ല സ്റ്റിഫായി കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് സമയം ഇത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇനി കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് ഏറ്റവും അടിയിൽ വെച്ച് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിൽ പഞ്ചസാര ലൈനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വിപ്പിഡ് ക്രീം ഒന്ന് പുരട്ടി അതിന് മുകളിൽ സോസ് ഒഴിച്ചു കൊടുക്കാം. സോസ് ഒഴിച്ച് നന്നായി സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ക്രഷ് ചെയ്ത് വെച്ച നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ലെയർ കൂടി ഇതിന് മുകളിൽ വെച്ച് ഇത് റിപ്പീറ്റ് ചെയ്യാം. Its time, find its place, we'll be fine, find its place. ഈ കേക്ക് വീട്ടിലേക്ക് നമ്മൾക്ക് തന്നെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് വിപ്പിഡ് ക്രീം കേക്കിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് പുരട്ടിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അതിൻ്റെ മുകളിൽ വിപ്പിഡ് ക്രീം വെച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ കേക്കിന് നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് റെസിപ്പി its time, find its place, we'll be fine. Find its place, we'll be fine.